നിങ്ങളുടെ സ്വന്തം മിഥില മിസ് ആണ്. യെസ്, സോ ക്വസ്റ്റ്യൻസ് വരുന്നത് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ലെവലിലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അല്ലെ. നമ്മൾ എത്ര തിയറി പഠിച്ചു പോയാലും നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകളെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ എത്ര തിയറി പഠിച്ചാലും ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ എന്റെ കുട്ടികളുടെ മാർക്ക് കളയാൻ സാധ്യതയുള്ള 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതേപോലെ ഏത് ചോദ്യം വന്നാലും എന്റെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്റെ മക്കളെല്ലാരും റെഡി അല്ലേ? ഫുൾ സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മക്കളെ, an element belonging to the third period has 2 electron in outermost shell. ഒരു ആട്ടത്തിന്റെ പീരിയഡ്, മൂന്നാമത്തെ പീരിയഡിൽ ഇരിക്കുന്ന ഒരാട്ടത്തിന്റെ ബാഹ്യതമ ഷെല്ലിലായിട്ട് 2 ഇലക്ട്രോണുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അല്ലെ. അവന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആകെ തന്നിട്ടുള്ള കാര്യം പീരിയഡ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. സോറി, പീരിയഡ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ മക്കളെ നമുക്കറിയാം പീരിയഡ് നമ്പറും ഷെൽ നമ്പറും തുല്യമാണ്. പീരിയഡ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? പീരിയഡ് നമ്പർ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഷെൽ നമ്പർ നോക്കിയിട്ടാണ് അല്ലെ. ഒരാട്ടത്തിന്റെ കയ്യിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്. 3 ഷെല്ലുണ്ടെങ്കിൽ പീരിയഡ് നമ്പർ 3 ആയിരിക്കും. സോ ബേസിക്കലി ഈ ആറ്റത്തിന്റെ കയ്യിൽ, നമ്മൾ പറയുന്ന ഈ ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഷെല്ലുകൾ ഉണ്ട്? ദ ന്യൂക്ലിയസ്, 1ാമത്തെ ഷെല്ല്, 2ാമത്തെ ഷെല്ല്, 3ാമത്തെ ഷെല്ല് അല്ലെ. അങ്ങനെ 3 ഷെല്ലുകളാണ് ഈ ആട്ടത്തിന്റെ കയ്യിലുള്ളത് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മുടെ കെ ഷെല്ലും എൽ ഷെല്ലും എം ഷെല്ലും ഉണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. മക്കളെ നോക്കിക്കേ, ഇവിടുത്തെ ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത് ആരാ? എം ഷെല്ലാണ് അല്ലെ. ഇവിടെ എം ഷെല്ലിൽ അപ്പോ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ നമുക്കറിയാം എം ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പോകണമെങ്കിൽ അതിനു മുമ്പേ തന്നെ കെയിലും എല്ലിലും ഒക്കെ ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും. ശരിയല്ലേ? കെ ഷെല്ലിൽ ആദ്യമേ 2 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും. അതിനുശേഷം മിച്ചമുള്ള 8 ഇലക്ട്രോണ് എൽ ഷെല്ലിൽ കയറിയിട്ടുണ്ടാകും. അതിനും ശേഷമായിരിക്കും ബാക്കി വന്ന 2 എണ്ണം എം ഷെല്ലിൽ കയറിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2, 8, 2 ആയിരിക്കും. സിമ്പിൾ ആയില്ലേ? ഇനി ഇത് വേറെ രീതിയിലും ചോദിക്കാം. ഒരാറ്റത്തിന്റെ എം ഷെൽ എടുത്താൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരാറ്റത്തിന്റെ എം ഷെല്ലില് 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എങ്ങനെ എഴുതും നമ്മള്? അപ്പൊ നമുക്കറിയാം എം ഷെൽ എന്ന് പറഞ്ഞാൽ കെ എൽ എം, 3ാമത്തെ ഷെല്ലാണ് അല്ലെ. അപ്പൊ ആദ്യം ഇലക്ട്രോൺസ് എമ്മിലാണോ കയറേണ്ടത്? നോ, ആദ്യം ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ കയറണം. അതിനുശേഷം 8 എണ്ണം എല്ലിലും കയറണം. അതിനുശേഷവും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ എമ്മിലേക്ക് പോകുകയുള്ളൂ. അപ്പൊ ഇവിടെ എം ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറയുന്നു. സോ ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2, 8, 3 ആണ്. സിമ്പിൾ ആയില്ലേ? അപ്പൊ ഇതേപോലെ ചോദ്യം വന്നാല് കിളി പോയി ഈശ്വരായി കിളി പോയി എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി 2, 8, 2. ഇനി right, the electron configuration of the noble gas belonging to the same period. നോക്കിക്കേ മക്കളെ, ഇതേ പീരിയഡിൽ വരുന്ന അലസവാതകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അതായത് 3rd പീരിയഡിൽ വരുന്ന നോബൽ ഗ്യാസ് ആണ് നമുക്ക് വേണ്ടത്. അതേതാ 3rd പീരിയഡിൽ വരുന്ന നോബൽ ഗ്യാസ്? അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ആകെ ഒരു 3 നോബൽ ഗ്യാസിനെ ശരിക്കും ഓർത്തിരുന്നാൽ മതി. പോട്ടെ, 4 എണ്ണം പഠിക്കാം. അപ്പൊ നോബൽ ഗ്യാസിനെ ഓർത്തിരിക്കാൻ ഈസി ആയിട്ട് മിസ് ഒരു കോഡ് പറഞ്ഞു തരട്ടെ. സിമ്പിൾ ആയിട്ടൊരു കോഡ് പറഞ്ഞു തരട്ടെ. ദാ പിടിച്ചോ, നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹേ നീ ആരാ? കൃഷ്ണൻ സീനാണ്. കൃഷ്ണൻ സീനാണ് രാധേ. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഹേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആരെയാണെന്നറിയോ? ഹീലിയത്തെ. നീ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? നിയോണിനെ ഓർക്കണം. ആരാ എന്ന് ചോദിക്കുമ്പോ ആർഗണിനെ ഓർക്കണം. ഇനി കൃഷ്ണനോ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മക്കളെ ക്രിപ്റ്റോണിനെ ഓർക്കണം. സീനാണ് എന്ന് പറയുമ്പോ സെനണിനെ ഓർക്കാം. ഇനി രാധേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് റഡൺ എന്ന് പറഞ്ഞ എലമെന്റിനെ ഓർത്തിരിക്കാം. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. സോ ഹേ നീ ആരാ? കൃഷ്ണ
കൃഷ്ണൻ, സീനാണ്, രാധേ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ, റഡൻ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇവരുടെ സിമ്പൽ മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, ഇവരുടെ അറ്റോമിക് നമ്പർ വേണം. അങ്ങനെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്റെ കുട്ടികൾ ഒരു മാജിക് നമ്പർ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ മാജിക് നമ്പർ എന്ന് പറയുന്നത്? ഏതാണ്? 8 2 8 8 18 18 32. ഈ നമ്പർ ഓർമ്മയുണ്ടോ? അതായത് ഒന്നാമത്തെ ആളുടെ അല്ലെ, ഒന്നാമതിരിക്കുന്ന ആളുടെ അറ്റോമിക് നമ്പർ ഇവിടെ നമ്മുടെ ഹീലിയം ആണ് അല്ലെ. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പറിനോട് 8 കൂട്ടിയാൽ നിയോണിന്റെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 2 + 8 10 ഇതായിരിക്കും രണ്ടാമത്തെ പീരീഡിൽ വരുന്ന നിയോണിന്റെ അറ്റോമിക് നമ്പർ. ഇനി നിയോണിന്റെ അറ്റോമിക് നമ്പറിനോട് വീണ്ടും ഒരു 8 കൂട്ടിയാൽ ആർഗണിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. സോ 10 + 8 18 ആയിരിക്കും ആർഗണിന്റെ അറ്റോമിക് നമ്പർ. ഇനി ആർഗോണിന്റെ അറ്റോമിക് നമ്പറിനോട് 8 ആണോ കൂട്ടേണ്ടത്? അല്ല. നാലാമത്തെ പീരീഡിലെ ആളുടെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആർഗണിന്റെ അറ്റോമിക് നമ്പറിനോട് നമ്മൾ ഒരു 18 കൂട്ടണം. അപ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഇനി ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പറിനോട് വീണ്ടും ഒരു 18 കൂട്ടിയാൽ നമുക്ക് സെനോണിന്റെ കണ്ടുപിടിക്കാം. മക്കളെ, സെനോണിന്റേതോട് 32 കൂട്ടിയാൽ നമുക്ക് റെഡോണിന്റേത് കണ്ടുപിടിക്കാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കിക്കേ, തേർഡ് പീരീഡിൽ ഇരിക്കുന്ന നോബിൾ ഗ്യാസ് ഇതാരാ? ഹീലിയം ഒന്നാമത്തെ പീരീഡില്, നിയോൺ രണ്ടാമത്തെ പീരീഡില്, മൂന്നാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആരാണ് കുട്ടന്മാരെ? നമ്മുടെ സ്വന്തം ആർഗൺ ആണ്. അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പൊ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മുടെ കയ്യിൽ 18 ഇലക്ട്രോൺ ഉണ്ട്. ഒന്നാമത്തെ ഷെല്ലിൽ ഞാൻ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം ഞാൻ 8 എണ്ണത്തെ കൊടുത്തു. മിച്ചമുള്ള 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഈ 8 ഇലക്ട്രോണിനെ ഞാൻ ഇനി മൂന്നാമത്തെ ഷെല്ലിൽ കൊടുക്കുന്നു. സോ 2 8 8 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിമ്പിൾ അല്ലേ? സോ മക്കളെ, തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരും. ഒരാളെ തന്നിട്ട് അയാളുടെ മുകളിലോ താഴെയോ ഒക്കെയുള്ള ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഈ നമ്പർ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അറ്റോമിക് നമ്പർ കിട്ടണ്ടേ, എന്നാലല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ? ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഓൾറെഡി എന്റെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ബാഹ്യതമ ഷെല്ലിൽ അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അവന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നതും 1 ആയിരിക്കും. ഇനി അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അവന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ. 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അല്ലെ, അവസാനത്തെ ഷെല്ലിൽ 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് നമ്മൾ എന്താ ചെയ്യാ? 10 കൂട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ബാഹ്യതമ ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അവന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പറും 2 ആയിരിക്കും. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ആണെങ്കിൽ എങ്ങനെയാ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പ് ഇസ് ഈക്വൽ ടു ഈ ബാഹ്യതമ ഷെല്ലിലെ 3 എന്ന് പറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടിയാൽ മതി. ശരിയല്ലേ? അപ്പൊ 3 + 10 13 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? 3 + 10 13 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. യെസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ശ്രദ്ധിക്കണേ. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഇൻ ദ സെക്കൻഡ് പീരിയഡ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് തേർഡ് പീരീഡിലുള്ള ആളുടെയാണ്. അപ്പൊ ഇതേ ഗ്രൂപ്പിലും രണ്ടാമത്തെ പീരീഡിലും ഉൾപ്പെടുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് വിന്യാസം കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം? അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ മാജിക് നമ്പർ ആണ് 2 8 8 18 18 32. നമ്മുടെ മാജിക് നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഒന്നാമത്തെ പീരീഡിലുള്ള ആളെ നമുക്കറിയില്ല, രണ്ടാമത്തെ പീരീഡിലും ഉള്ള ആളെ നമുക്കറിയില്ല, പക്ഷെ മൂന്നാമത്തെ പീരീഡിലുള്ള ആളെ നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മൾ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. എത്രയായിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2 8
2 അല്ലെ 282 എന്ന് ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ മക്കളെ? അല്ലെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 282 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ. അപ്പൊ ഇവിടെ ആകെ മൊത്തമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ ഇവന്റെ അറ്റോമിക് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ആകെ മൊത്തം 12 ഇലക്ട്രോൺസ് ഉണ്ട്. 12 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം തുല്യമാണ്. 12 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ 12 പ്രോട്ടോൺ ഉണ്ടാകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. സോ മൂന്നാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 12 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഓർക്കണം, രണ്ടാമത്തെ പീരീഡിൽ ഇരുന്ന ആളുടെ അറ്റോമിക് നമ്പറിനോട് വീണ്ടും ഒരു 8 കൂട്ടിയിട്ടാണ് മൂന്നാമത്തെ പീരീഡിലുള്ള ആളുടെ അറ്റോമിക് നമ്പർ കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോ ഈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളുടെ അറ്റോമിക് നമ്പർ എക്സ് ആണെങ്കിൽ അതിനോട് 8 കൂട്ടുമ്പോഴാണ് 12 എന്ന അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ വരിക? ഈ 8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കേ. 12 - 8 4 എന്ന് വരും. അതായത് മക്കളെ ഇതേ ഗ്രൂപ്പില് രണ്ടാമത്തെ പീരീഡിൽ വരുന്ന ആളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ? അറ്റോമിക് നമ്പർ 4 ആയിരിക്കും. ശരിയല്ലേ മക്കളെ? അറ്റോമിക് നമ്പർ 4 ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൂടെ? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കയറി, മിച്ചമുള്ള 2 എണ്ണം രണ്ടാമത്തെ ഷെല്ലിലും കയറി കഴിഞ്ഞു. അപ്പൊ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ എന്റെ മക്കൾക്ക് മാർക്ക് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. കാരണം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് അത്രയധികം നല്ലതുപോലെ ചിന്തിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കൂ. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇനി ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്റെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പൊ മക്കളെ, നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുത്തിട്ട് കാണാൻ പറയണം കേട്ടോ. അപ്പൊ എന്റെ മക്കളെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യന് ഇതൊന്നും മിസ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടാവും അല്ലെ. അങ്ങനെ ഇതേപോലെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉടനെ തന്നെ മിസ് അതിന്റെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അപ്പൊ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? കമന്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? ഒരു ആറ്റത്തിന്റെ എക്സ് എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്. അറ്റോമിക് നമ്പർ 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, ഇവന്റെ പീരീഡും കണ്ടുപിടിക്കണം. ഇവന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിച്ചിട്ട് എന്റെ കുട്ടികൾ വേഗം തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. Love you all. Bye.